പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏകോദര സഹോദരങ്ങളായി നടന്നിരുന്ന ഇസ്രയേലും അമേരിക്കയും വഴിപിരിയുന്നു എന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് അറിയാമല്ലോ, പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി ഇരുവരും തോളോട് തോൾ ചേർന്നാണ് ഇറാനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇതാ ഇപ്പോൾ പല പല പ്രശ്നങ്ങളുടെ പേരിൽ ഉരസിക്കൊണ്ടിരുന്നവർ ഏറ്റവും ഒടുവിൽ പ്രത്യക്ഷമായി തന്നെ ഏറ്റുമുട്ടി വഴിപിരിയുന്നു, രണ്ട് വഴിക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത് ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന ഗസ സമാധാന കരാറാണ്. അതായത് പലസ്തീനിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ട്രംപിൻ്റെ ചില നീക്കങ്ങൾ 15 ഉപാധികളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അത് ഇസ്രയേലും പലസ്തീനും പാലിക്കേണ്ട കാര്യങ്ങളായിരുന്നു. എന്നാൽ നെതന്യാഹു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ യോഗത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഈ കരാർ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അതായത് ട്രംപിനെ പരിപൂർണമായി തള്ളിക്കൊണ്ട് നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുകയും ആ തീരുമാനം പരസ്യമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു. അമേരിക്കയുടെ പ്രതികരണം ഇനി എന്താകും എന്ന് കണ്ടറിയണം. നമുക്കറിയാം ട്രംപിൻ്റെ സ്വഭാവം, അദ്ദേഹം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയും, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറി മാറിയിരിക്കും. പക്ഷേ നെതന്യാഹുവുമായുള്ള കാര്യത്തിൽ പലപ്പോഴും ട്രംപ് ഉരസലിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഈ കരാറുമായി ബന്ധപ്പെട്ട മറ്റ് ചില വ്യവസ്ഥകൾ കൂടി പരിശോധിക്കാം. വെടിനിർത്തലും സൈനിക പിന്മാറ്റവും, അതായത് ഇപ്പോൾ ഗസയിൽ ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരുന്നതിന് വേണ്ടി വെടിനിർത്തൽ പ്രഖ്യാപിക്കുക. പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെയൊക്കെ മൂലകാരണം നമുക്കറിയാം, പലസ്തീനിൽ നടക്കുന്ന ആക്രമണങ്ങളാണ്, ഹമാസിൻ്റെ ഇടപെടലാണ്, ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എക്കാലത്തും ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. അതിനുവേണ്ടി വെടിനിർത്തലും സൈനിക പിന്മാറ്റവും, ഒരു സമാധാനം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ട്രംപ് നിർദ്ദേശം വയ്ക്കുന്നു. ഹമാസിൻ്റെ നിരായുധീകരണവും തടവുകാരുടെ കൈമാറ്റം, പുതിയ ഭരണ സംവിധാനം, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഈ വെടിനിർത്തലും സൈനിക പിന്മാറ്റവും പരിശോധിക്കുമ്പോൾ ആദ്യം ഹമാസ് വെടിനിർത്തട്ടെ, പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടട്ടെ, അവർ അവരുടെ ആയുധങ്ങൾ കൈമാറട്ടെ, അമേരിക്കയ്ക്ക് കൈമാറട്ടെ, ഏറ്റവും കൂടുതൽ വിനാശമുണ്ടാക്കുന്ന ആയുധങ്ങൾ അവർ ഇല്ലാതാകട്ടെ എന്ന ഒരു നിലപാടാണ് നെതന്യാഹു എടുക്കുന്നത്. സൈനിക പിന്മാറ്റം അതിനുശേഷമാകാമെന്ന് നെതന്യാഹു പറയുന്നു. എന്നാൽ ഹമാസിൻ്റെ നിലപാട് ഇത് സമാന്തരമായി നടക്കണം, അവർ അവരുടെ ആയുധം വയ്ക്കുന്നു, അതോടൊപ്പം തന്നെ ഈ പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം. എന്നാൽ ഇസ്രായേൽ അതിന് തയ്യാറാകുന്നില്ല. അതോടൊപ്പം തടവുകാരുടെ കൈമാറ്റം, രണ്ട് രാജ്യങ്ങളും നിരവധി ആളുകളെ, കുട്ടികളെ അടക്കം തടവിലാക്കിയിട്ടുണ്ട്, വനിതകളെ അടക്കം തടവിലാക്കിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ തന്നെ ഈ ബന്ദികളുടെ കൈമാറ്റം എന്ന കാര്യം, പുതിയ ഭരണ സംവിധാനം എന്നത് അമേരിക്ക മുന്നോട്ട് വെച്ചു. അത് ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട്, പലസ്തീൻ അംഗീകരിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോഴുള്ള ഹമാസിൻ്റെ നിയന്ത്രണത്തിന് പകരം അവിടുത്തെ സാങ്കേതിക വിദഗ്ധരെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ആ നാടിൻ്റെ പുനർനിർമ്മാണം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുവരിക. അന്താരാഷ്ട്ര സുരക്ഷാ സേന ഇപ്പോൾ ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ, അവിടെയുള്ള ജനങ്ങളെ തന്നെ പരിശീലിപ്പിച്ചുകൊണ്ട് മറ്റൊരു സേനാ വിഭാഗം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതി, പുനരധിവാസം, സാമ്പത്തിക സഹായം, ഇതെല്ലാം തന്നെ അംഗീകരിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ പലസ്തീനെ അവരുടെ ജനതയെ പുനരധിവസിപ്പിക്കുക, അവർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുക. അവിടെ വലിയ പാരമ്പര്യമുള്ള, വലിയ സാംസ്കാരിക പൈതൃകമുള്ളൊരു നാടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ സാംസ്കാരിക തനിമ, അല്ലെങ്കിൽ അവരുടെ ചരിത്ര വഴികളെല്ലാം തന്നെ സംരക്ഷിച്ചുകൊണ്ട് അവരെ ആ ജനതയായി തന്നെ തനത് രൂപത്തിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി, അവർക്ക് സാമ്പത്തിക സഹായം നൽകുക, ഇതെല്ലാം തന്നെ അമേരിക്ക ഓഫർ ചെയ്യുന്നു. പക്ഷേ ഈ ഒറ്റ കാര്യവും നടപ്പാക്കാൻ ഇസ്രായേൽ സമ്മതിക്കില്ല എന്നത് തന്നെയാണ് നെതന്യാഹുവിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത്. ലെബനൻ ആക്രമണവും ഭ്രാന്തൻ വിളിയും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ ഇപ്പോൾ തുടങ്ങിയ ഉരസലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴല്ല ട്രംപും നെതന്യാഹുവും തമ്മിലുള്ളത്. നേരത്തെ തന്നെ നെതന്യാഹുവിനെ ട്രംപ് ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്നു. ടെലിഫോണിൽ വിളിച്ച് ഭ്രാന്തൻ എന്ന് നെതന്യാഹുവിനെ ട്രംപ് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആദ്യത്തെ പശ്ചിമേഷ്യൻ കരാറുമായി ബന്ധപ്പെട്ട് സമാധാന കരാർ ലംഘിക്കുന്ന തരത്തിൽ ലെബനിലേക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വെടിവയ്പുണ്ടാകുന്നു, ആക്രമണമുണ്ടാകുന്നു. സമാധാന കരാർ ഒപ്പിട്ടും മണിക്കൂറുകൾ കഴിയും മുമ്പ്, ആ മഷി ഉണങ്ങുന്നതിന് മുൻപാണ് അതിനെ ലംഘിച്ചുകൊണ്ട് ലെബനിലേക്ക് ഇസ്രായേലിൻ്റെ വെടിവയ്പുണ്ടാകുന്നത്, ആക്രമണമുണ്ടാകുന്നത്, റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്, 2 ദിവസം കൊണ്ട് 14 പേരെ കൊലപ്പെടുത്തിയത്. അപ്പോൾ തന്നെ ട്രംപ് ഫോണെടുത്ത് നെതന്യാഹുവിനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ഒരു കാര്യമുണ്ടായി. ട്രംപിൻ്റെ ലക്ഷ്യം ഹോർമൂസ് തുറക്കുക എന്നത് തന്നെയാണ്, അവിടെ സമാധാനം കൊണ്ടുവരിക. എടുത്തുചാട്ടമായി എന്ന ഒരു തോന്നൽ ഇപ്പോൾ അമേരിക്കയ്ക്കുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ട്രംപിനെതിരെ വലിയ വിമർശനം ഉയരുകയാണ്. എന്തിനു വേണ്ടി ഈ യുദ്ധത്തിന് ചാടിപ്പുറപ്പെട്ടു, ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇങ്ങനെ പോകുമ്പോൾ അമേരിക്കയ്ക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അത് എത്രയെന്നറിയാമോ എന്ന് ട്രംപിൻ്റെ പാർട്ടിക്കാർ തന്നെ ട്രംപിനോട് ചോദിക്കുന്ന ഒരു നിലയുണ്ടായി. ഹമാസിനെ ഹിസ്ബുള്ളയും ഇല്ലാതാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇസ്രായേലിനുള്ളത്.
അങ്ങനെ ഒരു ലക്ഷ്യം പൂർണ്ണമായി അമേരിക്കയ്ക്കില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് എക്കാലവും ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും ഒക്കെ തന്നെ അവരെ ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് പ്രധാനമായും നെതന്യാഹുവിനുള്ളത്. താനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ഒരു ഘട്ടത്തിൽ ട്രംപിന് പറയേണ്ടി വന്നു. തീരുമാനിക്കുന്നതെന്ന് ട്രംപ് പറയുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി താനാണ്, അമേരിക്കൻ പ്രസിഡന്റ് അല്ല ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് നേരത്തെ തന്നെ നെതന്യാഹു പറഞ്ഞിരുന്നു. അതായത് നമുക്ക് പലർക്കും ഒരു ചലച്ചിത്രം കണ്ട ഓർമ്മയുണ്ടാകും. മഴ പെയ്യുന്നു മദ്ദളം കൂട്ടുന്നു എന്ന സിനിമയിൽ ജഗതിയും പപ്പുവും വാളുകൊണ്ട് ഫൈറ്റ് ചെയ്യുകയും പരസ്പരം ചായ കുടിപ്പിക്കുകയും ചെയ്യുന്ന സീനുണ്ട്. അതായത് തക്കം കിട്ടുമ്പോൾ ഇവർ പരസ്പരം പാര വയ്ക്കുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ സംശയം ഒക്ടോബറിൽ ഇസ്രായേലിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ സമയത്ത് അവിടുത്തെ പ്രതിപക്ഷവുമായി ട്രംപ് ഒത്തുകളിക്കുന്നു. തന്നെ വീഴ്ത്തുന്നതിന് വേണ്ടി ട്രംപ് ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന സംശയം നെതന്യാഹുവിനുണ്ട്. ഫോട്ടോ സെഷനിൽ പോലും ട്രംപ് നെതന്യാഹുവിനെ അടുപ്പിച്ചില്ല എന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ നെതന്യാഹുവിൻ്റെ ഒരു അമേരിക്കൻ സന്ദർശനം ഉണ്ടായിരുന്നു. ആ സമയത്ത് പല ഫോട്ടോ സെഷൻ്റെ സാധ്യതകൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ട്രംപ് ഒഴിഞ്ഞു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നെതന്യാഹുവിന് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തോടൊപ്പമുള്ളവർ, തീവ്ര നിലപാടുള്ളവർ പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കരുത്, പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരണം, ഇറാനെ ഇല്ലായ്മ ചെയ്യണം എന്ന ആവശ്യമാണ്. പക്ഷേ അമേരിക്കയ്ക്ക് ഇപ്പോൾ അങ്ങനെ തീവ്രമായ ഒരു നിലപാടില്ല, അങ്ങനെ ഒരു ആവശ്യമില്ല. ഹോർമുസ് തുറക്കുക, ഹോർമുസ് തുറന്നാൽ ഇറാൻ്റെ തുറമുഖങ്ങൾ പ്രവർത്തിക്കുന്നതടക്കം അവരുടെ ആസ്തികൾ വിട്ടുകൊടുക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പ് അമേരിക്ക നൽകുകയും ചെയ്യുന്നു. ഒരു പക്ഷേ അമേരിക്ക വഴിപിരിഞ്ഞാൽ ഇസ്രായേലിന് വരുന്നത് കനത്ത തിരിച്ചടികളായിരിക്കും. സാമ്പത്തികമായി ഒരുപക്ഷെ ആ രാജ്യം തകരില്ല. പക്ഷേ $4 ബില്യൺ ആയുധ സഹായമാണ് ഓരോ വർഷവും അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത്. അതിന് പുറമേ ഉള്ള സഹായമുണ്ട്. ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അമേരിക്ക വിട്ടുപോയാൽ ഇസ്രായേലിനെ സഹായിക്കാൻ രംഗത്തേക്ക് വരില്ല എന്ന ഒരു നില കൂടിയുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഏകോദര സഹോദരങ്ങളായി നടന്നവർ, ഒരു അമ്മ പെറ്റ മക്കളായി നടന്നവർ വഴിപിരിയുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.